ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഗസ്റ്റ് അങ്ങനെ ഒരു ഗസ്റ്റാണ്. വേൾഡ് ടൂറും ആണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്നാൽ ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലുമായി അദ്ദേഹം ഫ്രണ്ട് വീല് പൊക്കി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മറ്റാരുമല്ല, സനീദാണ് ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത്. സനീദ്, വെൽക്കം ടു ഷോ. പൊതുവെ വരുന്നതാണ് ഇനിയിപ്പോൾ ആരെങ്കിലും ഒരാൾ വാശിയിട്ട് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യം ചെയ്ത് കാണിച്ചു കൊടുക്കുന്നില്ലെന്ന് എനിക്ക് ഏറ്റവും രസമുള്ളത്. ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഗസ്റ്റ് അങ്ങനെ ഒരു ഗസ്റ്റാണ്. വേൾഡ് ടൂറും ആണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്നാൽ ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലുമായി അദ്ദേഹം ഫ്രണ്ട് വീല് പൊക്കി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മറ്റാരുമല്ല, സനീദാണ് ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത്. സനീദ്, വെൽക്കം ടു ഷോ. അങ്ങനെ ഞാൻ കൊച്ചിയിലേക്ക് പോകാൻ വേണ്ടി പോക്കാണ്. എന്താ സംഭവം എന്നുള്ളത് ഞാൻ അടുത്തിട്ട് പറഞ്ഞുതരാം. എൻ്റെ ലൈഫിൽ തന്നെ ഒരു നല്ല ഒരു മൊമെൻറ്റ് നടക്കാൻ പോവാണ്. ഫസ്റ്റ് ടൈമാണ്. എന്താണെന്നുള്ളത് നിങ്ങൾ അവിടെ എത്തിയിട്ട് കണ്ടോ കാരണം എനിക്ക് കിട്ടിയൊരു ഓഫറാണിത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ കൊച്ചിയിലേക്ക് പോവാണ്. എൻ്റെ സുഹൃത്തിൻ്റെ ഒരു പരിപാടിയാണ്. അവനോട് ഒരുപാട് നന്ദി, ഇങ്ങനൊരു അവസരം എനിക്ക് ആക്കി തന്നതിൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നിന്നൊരു ഇപ്പോൾ സമയം ഏകദേശം 2:30 ഞാൻ ഇവിടെ നിന്നൊരു 5 മണിയുടെ ട്രെയിനിന് കയറാൻ വേണ്ടി പോക്കാണ്. പിന്നെ അവിടെ എത്തിയിട്ട് അവിടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, സായസമുണ്ട്. അപ്പോൾ അവൻ്റെ വീട്ടിൽ സ്റ്റേ അടിച്ചിട്ട് നാളെ രാവിലെയാണ് ആ പരിപാടിക്ക് പോകാൻ പോകുന്നത്. എന്താണെന്നുള്ളത് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ കൊച്ചിയിൽ നിന്നാണ്. അങ്ങനെ നമ്മൾ കൊച്ചിയിലേക്ക് വന്നിട്ടുള്ളത്. കൊച്ചിയിലേക്ക് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബ്രോഡ്കാസ്റ്റ് ചാനൽ നമ്മളെ വിളിച്ചിട്ടുണ്ട്. നമ്മളെ സായസിൻ്റെ 2 ആൾക്കാരെ കൂടി ചേർന്നതാണ്. നല്ല സായിസേ, നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ പോക്കാണ്. പുതിയ ഷൂ എല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് കളിച്ച കളി സ്റ്റേറ്റ്. അപ്പോൾ അവിടെ എത്തിയിട്ട് വേണം. നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് ഗൈസ്. ഇനി ഒരു 1.5 കിലോമീറ്റർ കൂടി ഉള്ളൂ. ഇഡ്ഡലി വേണ്ട. നീ ജയിക്കുന്നോ? നീ ജയിച്ചോ? നീ ജയിച്ചിട്ടല്ലോ അടുത്തല്ല. നീ ഇഡ്ഡലി ജയിച്ചു എന്നാലേ. ഫിൽറ്റർ കോഫി കിട്ടോ? കോഫി വേണേ അടിക്കാം. കോഫി നല്ല എനർജി അല്ലേ. അപ്പോൾ ഇനി ഇഡ്ഡലിയും കോഫി. അങ്ങനെ നമ്മളെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതൊക്കെ പോവാ സെറ്റല്ലേ? ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം കേട്ടോ. നമ്മൾ എത്തി ഗൈസ്. നല്ല അടിപൊളി സ്പോട്ട് സ്ഥലം. അങ്ങനെ നമ്മളെ ഇൻ്റർവ്യൂ തുടങ്ങാനായി. ഇതാ ഇവളാണ് നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പം ഇനി അതിൻ്റെ അകത്താണ്. ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഗസ്റ്റ് അങ്ങനെ ഒരു ഗസ്റ്റാണ്. വേൾഡ് ടൂറും ആണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്നാൽ ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലുമായി അദ്ദേഹം ഫ്രണ്ട് വീല് പൊക്കി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മറ്റാരുമല്ല, സനീദാണ് ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത്. സനീദ്, വെൽക്കം ടു ഷോ. പൊതുവെ വരുന്നതാണ് നമ്മൾ ഈ നിലവിൽ ഇന്ത്യയിലെ സിസ്റ്റത്തിൽ സ്റ്റണ്ടേഴ്സിന് സപ്പോർട്ടില്ല. അതാണ് മെയിൻ പ്രശ്നം. അങ്ങനത്തെ ഒരു സപ്പോർട്ട്, ബാക്ക് സപ്പോർട്ട് കിട്ടലാണ് നമ്മളൊക്കെ എവിടെയും എത്തിയിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു കമ്പനിയിലും കയറിയിട്ടുണ്ടാവും. അതുപോലെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഇവൻ്റെ ഒരു ഫോട്ടോ എന്നെ ഭയങ്കരമായിട്ട്, അതായത് ഇവനൊരു സെർച്ച് ചെയ്ത് കോളേജിൽ ഇവൻ സ്റ്റണ്ട് ഷോ ചെയ്തു. അപ്പോൾ അവിടെയുള്ള ഒരു ഫോട്ടോ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ. എനിക്ക് ഇത് ചെയ്യണം, ഇത് ചെയ്താൽ ഇത്രയും സപ്പോർട്ടൊക്കെ കിട്ടും, ഇതാണ് എൻ്റെയും ഭാവി ഇതാണെന്ന് തോന്നി. ഇനിയിപ്പോൾ ആരെങ്കിലും ഒരാൾ വാശിയിട്ട് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യം ചെയ്ത് കാണിച്ചു കൊടുക്കുന്നില്ലെന്ന് എനിക്ക് ഏറ്റവും രസമുള്ളത്. അപ്പം അങ്ങനെ ഞാൻ രാവിലെ 10 മണിക്ക് പോയി, വൈകുന്നേരം 5 മണി വരെ പോയിട്ടും എനിക്ക് ആകുന്നില്ല. പിറ്റേ ദിവസവും പോയി. പിന്നെ അത് എനിക്ക് ട്രിക്ക് മനസ്സിലായി. ഇത് ചെറിയൊരു ബ്രേക്കിങ്ങിന്റെ ഒരു സംഭവമാണ്. അങ്ങനെ അടിച്ച് കാണിച്ചു കൊടുത്ത് അവനോട് ലൈം സോഡയും വാങ്ങി കുടിച്ച് അങ്ങനെയാണ് ഞാൻ ഈ സ്റ്റണ്ട് എന്ന് പറഞ്ഞ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. മൊത്തത്തിൽ പൈസ ആണ് ഇപ്പോഴത്തെ നിലവിലെ സിറ്റുവേഷനിൽ. പൈസയാണ് നമുക്ക് എല്ലാം വേണ്ടത്. പൈസ ഉണ്ടെങ്കിൽ റെസ്പെക്ട് വരെ കിട്ടും ഇപ്പോൾ. പക്ഷേ എനിക്ക് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്നായാലും ഇപ്പോൾ പൈസ നമുക്ക് പിന്നെ ഉണ്ടാക്കാം, ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. എത്രയോ ബന്ധങ്ങൾ പോയിട്ടുള്ള അറിവാനൊക്കെ ഉണ്ട് ഈ പൈസേൻ്റെ പേരിൽ. എൻ്റെ മൈൻഡിൽ നാട്ടുകാർ തന്നെ ഇപ്പം പൊട്ടിത്തെറിച്ചായിട്ട് കാണുന്നത് വെച്ചാൽ, പക്ഷെ ഇപ്പം എൻ്റെ നാട്ടുകാരായാലും വീട്ടുകാരായാലും ഒരു റെസ്പെക്ട്, അതായത് എപ്പോഴും എത്തിയ നീ എന്താ നിർത്തിയോ, പോകുന്നില്ലേ, കംപ്ലീറ്റ് ആക്കാണ്ട് വരല്ലേ. എന്നെ കാട്ടി ഇപ്പം നാട്ടുകാർ എന്നെ വിശ്വസിക്കുന്നുണ്ട് എന്നെ കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുള്ളത്. അതാണ് എനിക്ക് ഹൈലൈറ്റ് ആയിട്ടുള്ളത്. അങ്ങനെ നമ്മളെ സൂട്ടെല്ലാം കഴിഞ്ഞതാണ്. നമ്മളിപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് നോക്കാം. ട്രെയിനിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട്. നോക്കാം ഇവിടെ തന്നെ ആരിക്കാൻ വരുന്നു.